ഹായ് ഓൾ. ലോക്കൽ അട്രാക്ഷൻ എന്താണ്, ഡിക്ലിനേഷൻ എന്താണ്, ഡിപ്പ് എന്താണെന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടു, ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയായിരുന്നു. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ ഒരു ട്രാവേഴ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്കിൽ നമുക്കതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ആ ട്രാവേഴ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ആ കാര്യങ്ങളെ കുറിച്ചുള്ള പ്രോബ്ലമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതായുണ്ട്. ദ ഫോളോയിങ് ഫോർ ബെയറിംഗ്സ് ആൻഡ് ബാക്ക് ബെയറിംഗ്സ് വെയർ ഒബ്സർവ്ഡ് ഇൻ ട്രാവേഴ്സിംഗ് വിത്ത് എ കോമ്പസ് where local attraction is suspected. സംശയമുണ്ട് നമുക്ക് ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോന്ന്. Check the bearings for local attraction and compute the corrected bearings of the line. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ലൈൻ, ഫോർ ബെയറിംഗ്, ബാക്ക് ബെയറിംഗ്. എ ബിയുടെ ഫോർ ബെയറിംഗും തന്നിട്ടുണ്ട്, ബാക്ക് ബെയറിംഗും തന്നിട്ടുണ്ട്. ബി സി, സി ഡി, ഡി ഇ, ഇ എ എല്ലാത്തിൻ്റെയും ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി 38 ഡിഗ്രി 30 മിനിറ്റ്സ്, 219 ഡിഗ്രി 15 മിനിറ്റ്സ്. ബി സി 100 degree 45, 278, 30. CD 25 degree 45, 207 degree 30. സിമിലർലി ബാക്കിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ സൈഡിന് ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ, ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഇല്ലാതെ ഉണ്ടോ എങ്കിൽ ഏതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, കറക്റ്റ് ചെയ്യുക, അതാണ് ക്വസ്റ്റ്യൻ. നമ്മളിത് ഫസ്റ്റ് മെത്തേഡ് ലോക്കൽ അട്രാക്ഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ബൈ ഡയറക്ട്ലി അപ്ലൈയിങ് കറക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ബൈ യൂസിങ് ഇൻക്ലൂഡഡ് ആംഗിൾസ്. അതാണ് അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ബൈ ഡയറക്ട്ലി അപ്ലൈയിങ് കറക്ഷൻസ് ആണ്. സിമ്പിളാണ്. ജസ്റ്റ് ഇത് വെറുതെ ഇതൊന്ന് നോക്കി ഇത് വെച്ചൊരു ഫിഗർ വരച്ച് ഇത്രയും മാത്രം വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതിൻ്റെ സൊല്യൂഷൻ ടാബുലർ കോളമായിട്ട് ഞാൻ ഇപ്പുറത്ത് തരുന്നുണ്ട്. എന്നാലും സംഭവം എന്താണെന്ന്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് ഇത് നോക്കി തന്നെ മനസ്സിലാക്കാം. എ ബി ഫോർ ബെയറിംഗ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ബി എ ആണ്. അതുപോലെ ബി സി ഇതാണെങ്കിൽ അതിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് സി ബി ആണ്. ഈ 278 എന്ന് പറയുന്നത് സി ബി ആണ്. സി ഡി ഫോർ ബെയറിംഗ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് ഡി സി ആണ്. ഡി ഇ ഫോർ ബെയറിംഗ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക് ബെയറിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഇ ഡി ആണ്. ഇ എ ഫോർ ബെയറിംഗ് ആണെങ്കിൽ അതിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് എ ഇ ആണ്. അപ്പോൾ ആദ്യം നമുക്കൊരു ട്രാവേഴ്സ് വരയ്ക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് 38 ഡിഗ്രി, എയിൽ നിന്ന് ബിയിലേക്ക് 38, ദെൻ ബിയിൽ നിന്ന് സിയിലേക്ക് 100 ഡിഗ്രി, സിയിൽ നിന്ന് ഡിയിലേക്ക് 25 ഡിഗ്രി, ഡിയിൽ നിന്ന് ഇയിലേക്ക് 190, ഡിയിൽ നിന്ന് ഇയിലേക്ക് 325 ഡിഗ്രി ആൻഡ് ഇയിൽ നിന്ന് എയിലേക്ക് 190 ഡിഗ്രി. ഇതാണ് നമ്മുടെ ട്രാവേഴ്സ്. നമുക്കതിൽ ഫോർ ബെയറിംഗ് എ ബിയും തന്നിട്ടുണ്ട്, ബാക്ക് ബെയറിംഗ് ബി എ, ബി സി ഉണ്ട്, ബാക്ക് ബെയറിംഗ് സി ബി, സി ഡി ഉണ്ട്, ബാക്ക് ബെയറിംഗ് ഡി സി. അങ്ങനെ എല്ലാ സ്റ്റേഷനിൽ നിന്നും ഓരോ സ്റ്റേഷനിൽ നിന്നും ഒരു ഫോർ ബെയറിങ്ങും ഒരു ബാക്ക് ബെയറിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ട് എ എന്ന സ്റ്റേഷനിൽ നിന്ന് എ ഇ പോകുന്നുണ്ട്, എ ബി പോകുന്നുണ്ട്. ബി എന്ന സ്റ്റേഷനിൽ നിന്ന് ബി എ എന്നൊരു ലൈനും ബി സി എന്നൊരു ലൈനുമാണ് രണ്ട് ബെയറിംഗ്. സി എന്ന സ്റ്റേഷനിൽ നിന്നും സി ബി ഉണ്ട്, സി ഡി ഉണ്ട്. ഡി എന്ന സ്റ്റേഷനിൽ നിന്നും ഡി സി ഉണ്ട്, ഡി ഇ ഉണ്ട്. അതുപോലെ ഇ എന്ന സ്റ്റേഷനിൽ നിന്നും ഇ ഡി ഉണ്ട് ആൻഡ് ഇ എ ഉണ്ട്. നമുക്ക് ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിവൺ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഇസ് 180 ഡിഗ്രി, ദർ ഇസ് നോ ലോക്കൽ അട്രാക്ഷൻ ഇൻ ദാറ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ നോക്കുക, 38 ഡിഗ്രി 30 മിനിറ്റ്സ്, 219 ഡിഗ്രി 15 മിനിറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് 180 അല്ല. അപ്പോൾ ഇവിടെ കറക്ഷൻ ഉണ്ട്, പ്രശ്നമുണ്ട്. ഇവിടെ നോക്കുക, 100 ഡിഗ്രി 45, 278 ഡിഗ്രി 30 തമ്മിലെ ഡിഫറൻസ് 180 അല്ല. സി ഡി ഇവിടെ നോക്കുക, 25 ഡിഗ്രി 45 ആൻഡ് 207 ഡിഗ്രി 30 രണ്ടും തമ്മിലെ ഡിഫറൻസ് 180 അല്ല. ഇവിടെ നോക്കുക, ഡി ഇ ഇവിടെ നോക്കുക, 325 ഡിഗ്രി 15 ആൻഡ് 145 ഡിഗ്രി 15 ഇത് തമ്മിലെ ഡിഫറൻസ് 180 ഡിഗ്രി ആണ്. അതായത് ഇവിടെ കറക്ഷൻ ഇല്ല, തെറ്റൊന്നുമില്ല. ഇ എ നോക്കുക, ഇവിടെ 190 ഡിഗ്രി 30 ആൻഡ് 10 ഡിഗ്രി 15 ആണ്. അവിടെ കറക്റ്റ് 180 അല്ല വരുന്നത്, അപ്പോൾ കറക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ ഈ പോർഷനിൽ പ്രശ്നമൊന്നുമില്ല. 325 ഡിഗ്രി 15 ആൻഡ് 145 ഡിഗ്രി 15 ഇവിടെ കറക്ഷൻ ഒന്നുമില്ല. അതായത് ഡിയിൽ നിന്ന് ഇയിലേക്കുള്ള ബിയറിംഗ് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്റ്റേഷനുമാണ് നമ്മൾ ലോക്കൽ അട്രാക്ഷൻ പറയുന്നത്. ഒരു സ്റ്റേഷനിൽ നിന്നുള്ള
എല്ലാ റീഡിങ്ങും ഒരു സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട് എങ്കിൽ ആ സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ റീഡിങ്ങും തെറ്റാണ്. ഒരു സ്റ്റേഷനിൽ ലോക്കൽ അട്രാക്ഷൻ ഇല്ല എങ്കിൽ ആ സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ റീഡിങ്ങും കറക്റ്റ് ആണ്. ഇപ്പോൾ DE ആൻഡ് ED ശരിയാണെങ്കിൽ, അതായത് DE ആൻഡ് ED ശരിയാണെങ്കിൽ D എന്ന സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ റീഡിങ്സും E എന്ന സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ റീഡിങ്സും ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ ആയിരിക്കും, അതായത് കറക്റ്റ് വാല്യൂസ് ആയിരിക്കും. നമ്മുടെ DE 325 കറക്റ്റ് ആണ്. അപ്പോൾ DE എന്ന സ്റ്റേഷനിൽ നിന്ന് വേറെ ഏതെങ്കിലും റീഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക, അതും കറക്റ്റ് ആയിരിക്കും. ഇതാ നോക്കിയേ, D എന്ന സ്റ്റേഷനിൽ നിന്നുള്ള ഒരു അനദർ റീഡിംഗ് അല്ലേ DC. DE കറക്റ്റ് ആണ്. D എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ റീഡിംഗ് ആണ് DC. അപ്പോൾ അതും കറക്റ്റ് ആയിരിക്കും, കാര്യം D എന്ന സ്റ്റേഷൻ ഈസ് ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. കണ്ടോ, അപ്പോൾ 325 ഡിഗ്രി 15 കറക്റ്റ് ആണ് DE, അതുകൊണ്ട് DCയും കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ചെറുതായിട്ട് ടിക്ക് മാർക്ക് ഇട്ടേക്കുന്നത്. ഈ റീഡിങ്സ് എല്ലാം കറക്റ്റ് ആണ്. അതുപോലെ ED എന്ന് പറയുന്ന വാല്യൂ കറക്റ്റ് ആണ്. അതായത് ED കറക്റ്റ് ആണെങ്കിൽ E എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ റീഡിങ്സും കറക്റ്റ് ആയിരിക്കും. E എന്ന സ്റ്റേഷനിൽ നിന്ന് വേറെ ഏത് റീഡിംഗ് ആണ് ഉള്ളത്? EA ആണുള്ളത്, 190 ഡിഗ്രി 30. ഇതും കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ടിക്ക് മാർക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് 4 റീഡിങ്സ് കറക്റ്റ് ആണ്. ഈ 4 റീഡിങ്സ് കറക്റ്റ് ആണ്. സ്റ്റേഷൻ E ആൻഡ് D ഈസ് ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. ഇനി ഒരു ലൂപ്പ് പോലെ നമുക്ക് മുന്നോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം, കറക്ഷൻസ് അപ്ലൈ ചെയ്ത് പോകാം. എന്താന്ന് വെച്ചാൽ EA എന്ന് പറയുന്നത് 190 ഡിഗ്രി 30 ആണ്. അതായത് ഇയിൽ നിന്ന് എയിലേക്ക് 190 ഡിഗ്രി 30. ഇത് കറക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ നിന്ന് 180 ഡിഫറൻസ് ചെയ്യുമ്പോൾ ഉള്ളതല്ലേ കറക്റ്റ് വാല്യൂ. 190 ഡിഗ്രി 30യിൽ നിന്ന് 180 കുറച്ചാൽ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 10 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് കിട്ടേണ്ടത്. ദാറ്റ് മീൻസ് AEയുടെ കറക്റ്റ് ബെയറിംഗ് എന്ന് പറയുന്നത് 10 ഡിഗ്രി 30 മിനിറ്റ്സ്. ഇതാ ഈ കാണിച്ചിരിക്കുന്നത് 10 ഡിഗ്രി 30 ആണ് കിട്ടേണ്ടത്. പക്ഷെ അവിടെ എഴുതി വച്ചേക്കുന്നത് എത്രയാണ്? 10 ഡിഗ്രി 15 എന്നാണ് എഴുതി വച്ചേക്കുന്നത്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത് വെച്ചേക്കുന്നത് 10 ഡിഗ്രി 15 എന്നാണ്. അതായത് ഒരു 15 മിനിറ്റിൻ്റെ കുറവുണ്ട്. ശരിക്കുള്ളത് ഒറിജിനൽ വരേണ്ടത് 10 ഡിഗ്രി 30 ആണ്. അവിടെ പക്ഷേ ഒബ്സർവ് ചെയ്ത് വെച്ചേക്കുന്നത് 10 ഡിഗ്രി 15 എന്നാണ്. അപ്പോൾ ഈ 10 ഡിഗ്രി 15ൻ്റെ കൂടെ 15 മിനിറ്റ്സോടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് 10 ഡിഗ്രി 30 കിട്ടും. ദാറ്റ് മീൻസ് A എന്ന സ്റ്റേഷൻ കണ്ടോ, ഈ 10 ഡിഗ്രി 15 എന്ന് പറയുന്നത് AE ആണ്. A എന്ന സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ ഒബ്സർവേഷനും ഈ 15 മിനിറ്റിൻ്റെ 15 മിനിറ്റ്സിൻ്റെ കറക്ഷൻ അപ്ലൈ ചെയ്യുക. A എന്ന സ്റ്റേഷനിൽ നിന്നുള്ള എല്ലാ ഒബ്സർവേഷനും 15 മിനിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ AEയിൽ 15 മിനിറ്റ്സ് ആഡ് ചെയ്താൽ 10 ഡിഗ്രി 30 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ A എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ ഒബ്സർവേഷനായ ABയിലും നമ്മൾ 15 മിനിറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റേഷനാണ് നമ്മൾ കറക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നത്, മനസ്സിലായോ? AE എന്ന സ്റ്റേഷനിലോട്ട് കറക്ഷൻ വാല്യൂ വരുന്നത് 15 മിനിറ്റ്സ് ആണെങ്കിൽ A എന്ന സ്റ്റേഷനിലെ അനദർ റീഡിംഗ് ആയ ABയിലും സെയിം 15 മിനിറ്റ്സ് ആഡ് ചെയ്യുക. അപ്പോൾ ABയിൽ നമുക്കിവിടെ 38 ഡിഗ്രി 30 മിനിറ്റ്സ് ആയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ കറക്ഷൻ വാല്യൂ ആയ 15 മിനിറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ 38 ഡിഗ്രി 45 എന്ന് കിട്ടും. അതാണ് അവിടുത്തെ കറക്റ്റഡ് ബിയറിംഗ്, 38 ഡിഗ്രി 45. Aയിൽ നിന്ന് Bയിലേക്ക് 38 ഡിഗ്രി 45. ഇനി BA കിട്ടണമെങ്കിൽ, കറക്റ്റഡ് BA കിട്ടണമെങ്കിൽ ഈ 38 45ൻ്റെ കൂടെ 180 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ ബിയറിംഗ് ആൻഡ് ബാക്ക് ബിയറിംഗ് ആണ്. അപ്പോൾ 38 ഡിഗ്രി 45ൻ്റെ കൂടെ 180 ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 218 ഡിഗ്രി 45 മിനിറ്റ്സ് ആണ്. 218 ഡിഗ്രി 45 മിനിറ്റ്സ് ആണ്. അതാണ് കറക്റ്റ് വാല്യൂ, കറക്റ്റഡ് BA. പക്ഷെ അവിടെ ഇരിക്കുന്നത് എത്രയാണ്? 219 ഡിഗ്രി 15 മിനിറ്റ്സ് എന്നാണ് അവിടെ ഇരിക്കുന്നത്. അതായത് പോസിറ്റീവായിട്ട് അവിടെ ഒരു വലിയ വാല്യൂ ആണ് അവിടെ എടുത്ത് വച്ചേക്കുന്നത്, ഒബ്സർവ് ചെയ്ത് വച്ചേക്കുന്നത്. 30 മിനിറ്റ്സ് കൂടുതലായിട്ടാണ് അവിടെ എറർ ഇരിക്കുന്നത്. എറർ പോസിറ്റീവാണ്, 30 ഡിഗ്രി പോസിറ്റീവായിട്ടാണ് എറർ ഇരിക്കുന്നത്. സോ അവിടെ ഒരു കറക്ഷൻ, നെഗറ്റീവ് കറക്ഷൻ അപ്ലൈ ചെയ്യണം. ഇഫ് എറർ ഈസ് പോസിറ്റീവ്, കറക്ഷൻ വിൽ ബി നെഗറ്റീവ്. ഇഫ് എറർ ഈസ് നെഗറ്റീവ്, കറക്ഷൻ ഷുഡ് ബി പോസിറ്റീവ്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി കൂടുതലായിട്ടാണ് ഒബ്സർവ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അവിടെ -30, ആ 30 ഡിഗ്രീനെ കുറയ്ക്കുക. 219 ഡിഗ്രി 15 നിന്ന് 30 കുറച്ചാൽ 218 ഡിഗ്രി 45 കിട്ടും. B എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ ഒബ്സർവേഷൻസിനും സെയിം കറക്ഷൻ അപ്ലൈ ചെയ്യുക.
ബി എന്ന സ്റ്റേഷനിൽ നിന്നുള്ള ഒരു അനദർ ഒബ്സർവേഷൻ ആണ് ഈ ബി സി. ബി സിയിലും സെയിം -30 എന്ന കറക്ഷൻ അപ്ലൈ ചെയ്യുക. 100°45 നിന്ന് 30 മിനിറ്റ്സ് മൈനസ് ചെയ്താൽ നമുക്ക് 100°15 എന്ന് കിട്ടും. 100°15 ആണ് അവിടുത്തെ കറക്റ്റഡ് വാല്യൂ. ഈ 100°15 ആണ് അവിടെ വരേണ്ടത്, പക്ഷെ അവിടെ 100°45 ആണ് ഇരിക്കുന്നത്. ഓക്കെ, ശരി, 100°15 എന്ന് നമ്മൾ ഇട്ടു. ഈ 100°15ൻ്റെ കൂടെ 180 ആഡ് ചെയ്താൽ സി ബിയുടെ കറക്റ്റഡ് ബിയറിംഗ് നമുക്ക് കിട്ടും, അതിൻ്റെ ബാക്ക് ബിയറിംഗ്, ശരിയല്ലേ? 100°15ൻ്റെ കൂടെ 180 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് 280°15 ആണ്. പക്ഷേ 280°15 പകരം ഒബ്സർവ് ചെയ്ത് വെച്ചേക്കുന്നത് എത്രയാണ്? 278°30 മിനിറ്റ്സ് ആണ് നമ്മളവിടെ ഒബ്സർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെ എറർ എത്രയാണ് ഉള്ളത്? 280 വരേണ്ടടുത്ത് 278 ആണ്. നെഗറ്റീവ് എറർ 1°45 മിനിറ്റ്സിൻ്റെ നെഗറ്റീവ് എറർ ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കറക്ഷൻ പോസിറ്റീവ് 1°45 മിനിറ്റ്സ് കൂടെ ആഡ് ചെയ്യണം. ഈ 278ൻ്റെ കൂടെ 1°45 ആഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് വാല്യൂ 280°15 മിനിറ്റ്സ് കിട്ടും. സി ബി. അപ്പോൾ സി എന്ന സ്റ്റേഷൻ കണ്ടോ, സിയിൽ നിന്ന് ബി, അതിലാണ് നമ്മൾ 1°45 എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ സി എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ റീഡിംഗ് ആയ സി ഡിക്കും സെയിം കറക്ഷൻ അപ്ലൈ ചെയ്യുക, പോസിറ്റീവ് കറക്ഷൻ. 25°45ൻ്റെ കൂടെ സെയിം 1°45 ആഡ് ചെയ്യുക. ഇവിടെ 1°45 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 27°30 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 27°30 മിനിറ്റ്സ്. ഈ 27°30 മിനിറ്റ്സിൻ്റെ കൂടെ 180 ആഡ് ചെയ്ത് നോക്കിയേ, കറക്റ്റായിട്ട് നമുക്ക് ഈ 20730 കിട്ടും. അങ്ങനെ തമ്മിലുള്ള ഡിഫറൻസ് 180 ആകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇതിനെ നമുക്കൊരു ടാബുലർ കോളമായിട്ട് ചെയ്യാം. സ്റ്റേഷൻ എ എന്ന സ്റ്റേഷൻ, ബി, സി, ഡി, ഇ, 5 സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഓരോ ലൈൻ എയിൽ നിന്ന് എ ഇ പോകുന്നുണ്ട്, എ ബി പോകുന്നുണ്ട്. ബി എന്ന സ്റ്റേഷനിൽ നിന്ന് ബി എ ആൻഡ് ബി സി, സി എന്ന സ്റ്റേഷനിൽ നിന്ന് സി ബി ആൻഡ് സി ഡി, ഡി എന്ന സ്റ്റേഷനിൽ നിന്ന് ഡി സി ആൻഡ് ഡി ഇ, ഇ എന്ന സ്റ്റേഷനിൽ നിന്ന് ഇ ഡി ആൻഡ് ഇ എ. നമ്മുടെ കറക്റ്റഡ് ബിയറിങ്സ് എന്ന് പറയുന്നത് ഡി ഇ വാല്യൂ നമുക്ക് കറക്റ്റ് ആണ് ആൻഡ് ഡി സി വാല്യൂ കറക്റ്റ് ആണ്. ഡി എന്ന സ്റ്റേഷൻ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ. അതുപോലെ ഇ എ കറക്റ്റ് ആണ്, ഇ ഡി കറക്റ്റ് ആണ്, അവിടെ ലോക്കൽ അട്രാക്ഷൻ ഇല്ല. ഇങ്ങനെ ഇട്ടേക്കുന്ന ലൈൻ ഒബ്സർവ്ഡ് ബിയറിങ്സ് എറർ, ഓരോ സ്റ്റേഷനുമാണ് എറർ. കണ്ടോ, എ എന്ന സ്റ്റേഷനിൽ എറർ ഉണ്ടെങ്കിൽ എ എന്ന സ്റ്റേഷനിലുള്ള 2 റീഡിങ്ങിനും അത് ആപ്ലിക്കബിൾ ആണ്. കറക്ഷനും 2 റീഡിങ്ങിനും ആപ്ലിക്കബിൾ ആണ്. അതുപോലെ ബി എന്ന സ്റ്റേഷൻ ബി എ ബി സി, 2 റീഡിങ്സ് ഉണ്ട്, 2നും സെയിം എറർ. കണ്ടോ, എറർ നെഗറ്റീവ് ആണെങ്കിൽ കറക്ഷൻ പോസിറ്റീവ്, എറർ പോസിറ്റീവ് ആണെങ്കിൽ കറക്ഷൻ നെഗറ്റീവ്. സി എന്ന സ്റ്റേഷൻ ഡി ഇ. ഓക്കെ, നമുക്കിതിൽ ലൂപ്പായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. ഇവിടെ ഇപ്പോൾ ഡി സി എന്ന വാല്യൂ കറക്റ്റ് അല്ലേ? ഡി സി എന്ന വാല്യൂ കറക്റ്റ് ആണ്. ഡി സിയും സി ഡിയും എന്ന് പറയുന്നത് ഒരു ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും ആണ്. അപ്പോൾ 2 ഡയറക്ഷനിൽ നമുക്ക് ചെയ്തു പോകാം. ഡി സി കറക്റ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് സി ഡിയുമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങോട്ടേക്കും കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. മറിച്ച് ഇ എ ശരിയായതുകൊണ്ട് എ ഇയിലേക്ക് കറക്ഷൻ അപ്ലൈ ചെയ്ത് ഇ എയും അതിൻ്റെ കൂടെയുള്ള അടുത്ത ബെയറിംഗ് ബാക്ക് ബെയറിംഗ് ആണ് എ ഇ വരുന്നത്. എ ഇയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഡയറക്ഷനിലേക്ക് പോകാം. ഒരു ലൂപ്പാണ്, മനസ്സിലായി? ഇവിടെ നിന്ന് മുന്നോട്ട് കറങ്ങി മുകളിലേക്കും വരാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറകിലേക്ക് റിവേഴ്സ് ഡയറക്ഷനിലും കറങ്ങി കറക്ഷൻ അപ്ലൈ ചെയ്ത് വരാം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന പോലെ ഇ എ 190°30 മിനിറ്റ്സ് ആണ്, അത് കറക്റ്റ് വാല്യൂ ആണ്. ഇ എ 190°30 ആണെങ്കിൽ ഇതിൽ നിന്ന് 180 ഡിഫറൻസ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് എ ഇ. അതായത് ഇതിൽ നിന്ന് 180 കുറച്ചാൽ നമുക്ക് 10°30 മിനിറ്റ്സ് കിട്ടണം. എ ഇക്ക് 10°30 ആണ് ശരിക്ക് വരേണ്ടത്. കണ്ടോ, ഇവിടെ 10°30 എന്ന് ആദ്യമേ ഇവിടെ കറക്റ്റഡ് ബിയറിംഗ് ഞാൻ എഴുതി വെക്കുക. നിങ്ങൾ എ ഇക്ക് 10°30 ആണ് വരേണ്ടത്, പക്ഷേ ഇവിടെ ഒബ്സർവ്ഡ് ബിയറിംഗ് 10°15. അപ്പോൾ എറർ എന്ന് പറയുന്നത് കറക്റ്റഡ് ബിയറിംഗ് ഒബ്സർവ്ഡും തമ്മിലുള്ള വ്യത്യാസം -15 ആണ് എറർ. അപ്ലൈ ചെയ്യേണ്ട കറക്ഷൻ +15. എ ഇ 10°15 ആണെങ്കിൽ എയിൽ നിന്നുള്ള അനദർ റീഡിംഗ് ആയ എ ബിക്കും സെയിം എറർ സെയിം കറക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 38°45 എന്ന് കിട്ടും. എ ബി 38°45 ആണെങ്കിൽ
ബി എ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് ബെയറിംഗ് ആണ്. ഈ 38 ഡിഗ്രി 45ൻ്റെ ബാക്ക് ബെയറിംഗ്, അതായത് അതിൻ്റെ കൂടെ 180 ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ് ബി എ. അപ്പോൾ ഇതിൻ്റെ കൂടെ 180 ആഡ് ചെയ്ത് നിങ്ങൾ ആദ്യം നേരെ ഇവിടെ എഴുതുക. 218 ഡിഗ്രി 45 എന്ന് ഇവിടെ എഴുതുക. 218 ഡിഗ്രി 219 ഡിഗ്രി ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. എറർ എത്രയുണ്ടെന്ന് നോക്കുക. +30 ആണ് എറർ, കറക്ഷൻ -30. ഈ കറക്ഷൻ ഇതിലങ്ങ് അപ്ലൈ ചെയ്യുക ബി സിയിൽ. അതായത് ബി എന്ന സ്റ്റേഷനിൽ വരുന്ന കറക്ഷൻ വാല്യൂ ആണിത്. അപ്പോൾ ബി എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ റീഡിങ്ങിനും ഈ കറക്ഷൻ അപ്ലൈ ചെയ്യുക. കറക്റ്റഡ് വാല്യൂ നമുക്ക് 100 ഡിഗ്രി 15 എന്ന് കിട്ടി. ഇനി ബി സി 100 ഡിഗ്രി 15 ആണെങ്കിൽ ബി സിയുടെ ബാക്ക് ബെയറിംഗ് ആണ് സി ബി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 180 ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടതാണ്. ഇതിൻ്റെ കൂടെ 180 ആഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ എഴുതുക. ആദ്യം 280 ഡിഗ്രി 15 എന്ന് എഴുതുക. ഇനി ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, എറർ എത്രയുണ്ടെന്ന് നോക്കുക. എറർ നമുക്ക് -1 ഡിഗ്രി 45 എന്ന് കിട്ടി. അപ്പോൾ കറക്ഷൻ +1 ഡിഗ്രി 45 ആണ്. സി എന്ന സ്റ്റേഷനിൽ നിന്നുള്ള അനദർ റീഡിംഗ് ആയ സി ഡിക്കും ഈ സെയിം കറക്ഷൻ അപ്ലൈ ചെയ്യുക. 27 ഡിഗ്രി 30. ഓക്കെ, ഇനി സി ഡി 27 ഡിഗ്രി 30 ആണെങ്കിൽ ഡി സി അതിൻ്റെ ബാക്ക് ബെയറിംഗ് ആണ് ഡി സി. ഡി സി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 180 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ 180 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 207 ഡിഗ്രി 30. സെയിം ഇവിടെ 207 ഡിഗ്രി 30 കിട്ടി. അപ്പോൾ എല്ലാ ബെയറിങ്സും നമ്മൾ കറക്റ്റ് ചെയ്തു. ഇതിൻ്റെ കാൽക്കുലേഷൻസ് ചെറുതായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ബാക്ക് ബെയറിംഗ് ഫോർ ബെയറിങ്ങിൻ്റെത്. എല്ലാം ചെയ്തതിന് ശേഷം ഇതുപോലെ കറക്റ്റഡ് ബെയറിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബുലർ കോളം എടുത്ത് എഴുതുക. ലൈൻ, ഫോർ ബെയറിംഗ്, ബാക്ക് ബെയറിംഗ് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാം ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇതാണ് ഈ പ്രോബ്ലം. ലോക്കൽ അട്രാക്ഷൻ വെച്ചിട്ട് ബൈ ഡയറക്ട്ലി അപ്ലൈയിങ് കറക്ഷൻസ് ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഇതിൽ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരു അഡിഷൻ കൂടെ വരാം. അതായത് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് വരാം. അത് ഞാനൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഫോർ ദ എബവ് പ്രോബ്ലം ഫൈൻഡ് ദ ട്രൂ ബെയറിങ്സ് ഓഫ് ദി ലൈൻ ഇഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 10 ഡിഗ്രി വെസ്റ്റ്. വെസ്റ്റ് എന്നോ ഈസ്റ്റ് എന്നോ അങ്ങനെ ഏതെങ്കിലും 10 ഡിഗ്രിയോ 5 ഡിഗ്രി അങ്ങനെ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം. സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഡിക്ലിനേഷൻ ഞാൻ പഠിപ്പിച്ച കാര്യം കൂടെ ഇതിനകത്ത് അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. ലൈൻ നമുക്കറിയാം, കറക്റ്റഡ് ബെയറിങ്സ് ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്ത ബെയറിങ്സ് ആണ്. ഇത് ഇവിടെ കിട്ടുന്ന ബെയറിങ്സ് ആണ്. എ ബി ബി എ, ബി സി സി ബി, സി ഡി ഡി സി, ഡി ഇ ആൻഡ് ഇ ഡി എല്ലാം ബെയറിങ്സ് ഇടുക. ഇതിനകത്ത് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡിക്ലിനേഷൻ്റെ വാല്യൂ 10 ഡിഗ്രി വെസ്റ്റ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രൂ ബെയറിങ്സ് എത്രയെന്നാണ് ചോദിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ട്രൂ ബെയറിംഗ് ഈസ് ഇക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. യൂസ് പോസിറ്റീവ് സൈൻ വെൻ ദ ഡിക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് യൂസ് നെഗറ്റീവ് സൈൻ വെൻ ദ ഡിക്ലിനേഷൻ ഈസ് ടുവേർഡ്സ് വെസ്റ്റ്. ഇവിടെ ഡിക്ലിനേഷൻ 10 ഡിഗ്രി വെസ്റ്റ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് സൈൻ ആണ്. ഈ ഓരോ മാഗ്നറ്റിക് ബെയറിങ്ങിൽ നിന്നും ഇവിടെ ഈ തന്നിരിക്കുന്ന 10 ഡിഗ്രി ഡിക്ലിനേഷൻ അങ്ങ് മൈനസ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ, സിമ്പിൾ ഉണ്ട്. ഈ 38 ഡിഗ്രി 45 നിന്ന് 10 ഡിഗ്രി അങ്ങ് മൈനസ് ചെയ്യുക. ഓരോ വാല്യൂവിൽ നിന്നും തന്നിരിക്കുന്ന ഡിക്ലിനേഷൻ വാല്യൂ അങ്ങ് മൈനസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് ഹിയർ ദ ഡിക്ലിനേഷൻ ഈസ് 10 ഡിഗ്രി വെസ്റ്റ്, ദെയർഫോർ ട്രൂ ബെയറിംഗ് ഈസ് ഇക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് 10 ഡിഗ്രി. ഇൻ കേസ് ക്വസ്റ്റ്യനിൽ 10 ഡിഗ്രി വെസ്റ്റിന് പകരം 10 ഡിഗ്രി ഈസ്റ്റ് ആണ് തന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ എല്ലാം ആഡ് ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ടേബുലർ കോളത്തിൻ്റെ തന്നെ റൈറ്റ് സൈഡ് ഇവിടെ റിമാർക്സ് ഉണ്ട്. റിമാർക്സിൻ്റെ റൈറ്റ് സൈഡിൽ ട്രൂ ബെയറിംഗ് എന്നൊരു കോളം കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങ് കറക്റ്റഡ് ബെയറിങ്സ്, അവിടെ ട്രൂ ബെയറിങ്സ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഇതുപോലെ വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ നോക്കിയിട്ട് ആഡ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുക. പിന്നെ ഇവിടെ റിമാർക്സ് എഴുതണം കേട്ടോ. കണ്ടോ, ഇവിടെ സ്റ്റേഷൻ ഡി ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ, സ്റ്റേഷൻ ഇ അതും ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ, അത് എടുത്ത് എഴുതണം. ഇവിടെ ആൻസർ സൊല്യൂഷൻ ആദ്യം പറയുന്നുണ്ട് ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഓഫ് ഡി ഇ ഡിഫേഴ്സ് ബൈ 180 ഡിഗ്രി. Therefore, stations D and E are free from local attraction. So, the observations from these stations are free from errors. That is DC, DE, ED and EA. ഇത്രയും എറർ ഫ്രീ ആയിരിക്കും. ഓക്കെ, പ്രോബ്ലം നല്ല രീതിയിൽ ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്കുക. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നോക്കുക. ജസ്റ്റ് നമുക്ക് ഇത് നോക്കി തന്നെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. അത് ഇതിൽ ഈ സൈഡിൽ പെൻസിൽ വെച്ച് എഴുതിയേക്കുന്ന പോലെ ആൻസേഴ്സ് ചെയ്യാം. ഓക്കെ.